സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും അതിന്റെ മുന്നണി പോരാളിയെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. MK പോലുള്ള ധീര പോരാളികൾ വിഭാവനം ചെയ്ത ഇന്ത്യ അല്ല ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണ സാരഥ്യം വഹിക്കുന്നത്. അവിശ്വസനീയമായി തോന്നാം. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, അതിനെ ഒറ്റുകൊടുക്കുകയും അതിന്റെ മുന്നണി പോരാളിയെ വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി വെടിവെച്ചു, സ്വാതന്ത്ര്യം ഒരു വർഷത്തിനുള്ളിൽ വെടിവെച്ചു കൊള്ളുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം 1925 രൂപീകൃതമായ RSS 2025 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഭരണഘടന മനുസ്മൃതിയാക്കി മാറ്റണം എന്നാണ് ആഗ്രഹത്തോടുകൂടി. അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് നരേന്ദ്രമോദി അടക്കമുള്ളവരെ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞത് ഇത്തവണ 400-ലധികം ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ആകെ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ളത് 272 പേരാണ് എന്നിരിക്കെ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടുള്ളത് 400-ലധികം പേരാണ് എന്നത് ഇന്ത്യയുടെ ഭരണഘടന മാറ്റാനുള്ള നീക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഈ രാജ്യത്തെ ജനകോടികൾ 303-ൽ നിന്ന് 240-ലേക്ക് വലിച്ചിരിച്ചു. നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഭരണഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനുള്ള നീക്കം അന്ന് മാത്രമല്ല, പാർലമെന്റിലെ കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സംഘടന, രാഷ്ട്രീയ പാർട്ടി 3/2 ഭൂരിപക്ഷം ആവശ്യമായിട്ടുള്ള ഭരണഘടനാ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാജ്യത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം. സുഹൃത്തുക്കളെ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനാവുക? ഒരു മന്ത്രിസഭ ഉണ്ടെങ്കിൽ ആ മന്ത്രിസഭയിലെക്കാരും തീരുമാനമെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ത്യൻ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ സാധിക്കൂ എന്നറിയുക സാധാരണ സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ഭരണഘടനാ വിദഗ്ധരൊന്നും ആകണ്ട. പക്ഷെ എന്നിട്ടും പ്രഖ്യാപിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതിന്റെ ന്യായവാദങ്ങളെല്ലാം നമ്മൾക്ക് പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും കണ്ടിട്ടുള്ളതാണ്. അതെങ്ങനെ സാധ്യമാകും? 2029-ല് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പാക്കുമെന്നാണ് BJP-യുടെ നേതാക്കള് ടെലിവിഷൻ ചാനലുകളോടും പത്രങ്ങളോടും ഒക്കെ അനൗപചാരികമായി പറയുന്നത്. 2029-ലല്ല 2049-ലാണെങ്കിലും അത് സാധ്യമാകാനുള്ള ശേഷിയൊന്നും ഇന്ന് BJP-ക്ക് ഇന്ത്യ രാജ്യത്തില്ല. ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ പാർലമെന്റിൽ തന്നെ ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് ഭരിക്കാൻ ആവശ്യമില്ലാത്ത ഭൂരിപക്ഷമാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള ബൗദ്ധിക ശേഷി ഇന്ന് BJP-യോ RSS-ന്റെയോ നേതൃത്വത്തിലുണ്ടോ? അല്ലെങ്കിൽ ആ നിലയിലുള്ള ബൗദ്ധിക ശേഷി ഉള്ളവര് ആ പാർട്ടിയിൽ തുടരാൻ അവർ അനുവദിച്ചിട്ടില്ല ഒരു കാലഘട്ടത്തിലും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നല്ല കാര്യം. ഞങ്ങൾ ഈ ഭരണഘടന മാറ്റുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂട്ടത്തില് ഞാനിപ്പോ ടെലിവിഷൻ ചാനലിൽ ഇറങ്ങി വന്നിട്ടല്ലേ ഉള്ളൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഞങ്ങളൊരു ചർച്ച നടത്തിയിരുന്നു. എന്താ ചർച്ച? ആകെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗവും
വന്ന ഉടൻ തന്നെ ഒരു കാരണവും പറയാതെ രാജിവെക്കുക ചെയ്യുന്നത്. ഞങ്ങൾ കൂലങ്കഷമായിട്ടുള്ള ചർച്ച നടത്തി. എന്താ പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം രാജിവെക്കുന്നത്? അരുൺ ഗോയൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ 3 അംഗങ്ങൾ ഉണ്ടാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനില് ആകെ 2 പേരുണ്ടായിരുന്നു. അതിലൊരാള് രാജിവെച്ചു പോവുക ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് ചോദിക്കാം, എന്തിനാണ് രാജിവെച്ചത്? പക്ഷേ കനത്ത നിശബ്ദതയാണ് അരുൺ ഗോയലിന്റെ ഭാഗത്തുനിന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന്. ഈ രാജ്യത്തോട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അക്കൗണ്ടബിലിറ്റി ഇല്ലേ? നിങ്ങൾ പറയണ്ടേ? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, അതും ഒരു പൂർണ്ണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്ത കാലഘട്ടത്തില് പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം രാജിവെച്ചു പോകുമ്പോ അത് രാജ്യത്തോട് പറയണ്ടേ? എന്ത് കാരണത്തിലാണ് നിങ്ങൾ രാജിവെച്ചു പോകുന്നത് എന്ന് പറഞ്ഞില്ല. അയാളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 3ാമത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ അയാളെ ക്രൊയേഷ്യയുടെ ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ അംബാസഡറാക്കി മാറ്റി. നോക്കൂ, ഞാനും നിങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണ് എങ്കിൽ, ഈ രാജ്യത്തെ വോട്ടർമാരാണ് എങ്കിൽ നമ്മളോട് ഇങ്ങനെ പറയണം, അരുൺ ഗോയൽ നിങ്ങളന്ന് ബംഗാളിലെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ വിലയിരുത്താൻ പോയപ്പോ എന്ത് ക്രമക്കേടാണ് കണ്ടത്? അത് രാജ്യത്തോട് വെളിപ്പെടുത്താതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണോ ഈ യൂറോപ്യൻ രാജ്യത്തിന്റെ അംബാസഡർ പദവി? സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട്, ജുഡീഷ്യറിയിൽ സുപ്രീം കോടതിയിൽ തന്നെ ഇരുന്നിട്ട് ജഡ്ജിമാരെ റിട്ടേൺ ചെയ്യുമ്പോൾ അവർക്ക് പോസ്റ്റുകൾ, സർക്കാർ പദവികൾ ഉരുട്ടി വിഴുങ്ങി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗമെന്നുള്ള നിലയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ക്രമക്കേട് കണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതിന് പരിഹാരമായിട്ട് പ്രതിഫലമായിട്ട് നൽകുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെ അംബാസഡർ പദവി. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ചന്തി കഴുകി കൊടുക്കുന്ന പ്രവർത്തനമല്ലേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ കാലഘട്ടം? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്ത്, മുനിസിപ്പൽ, നഗരസഭ, കോർപ്പറേഷൻ, നിയമസഭ, പാർലമെന്റ് ഇവയുടെ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്താൻ പോകുന്നത്. എടോ, നിങ്ങൾക്ക് ജമ്മു കശ്മീരിന്റെയും ഹരിയാനയുടെയും ഒപ്പം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്തവരാണ് നിങ്ങൾ. കഴിഞ്ഞ നിയമസഭയിൽ ഒപ്പം മഹാരാഷ്ട്രക്കൊപ്പമായിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അല്ലെ, പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം നടത്തിയെങ്കിലും ഇത്തവണ ഹരിയാനക്കൊപ്പം മഹാരാഷ്ട്രയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്തവരാണ് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ, നിയമസഭ, പാർലമെന്റ് നടത്താൻ പോകുന്നത് 2029. മഹാരാഷ്ട്രയിലെ നിയമസഭ, ഇതാ ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി ഏതൊക്കെയോ തരത്തിൽ ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമായി പാറിപ്പോയതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണല്ലോ നമ്മൾ ഈ രാജ്യത്ത് എന്റെ സഹാവ് സീതാറാം യെച്ചൂരിയുടെ കാര്യമൊക്കെ സഹാവ് PP ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ത്യ ബ്ലോക്കിലെ രൂപീകരണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിലേക്ക് അവകാശവാദം പലരും ഏറ്റെടുത്തിട്ടുണ്ടാവും. ഞാനൊക്കെ ടെലിവിഷന്റെ സ്ക്രീനിനുള്ളിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ട ആളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ. നിങ്ങളെപ്പോലെ തന്നെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യ ബ്ലോക്ക് എന്ന സംവിധാനത്തിന്റെ രൂപീകരണം, അതിനകത്ത് CPIM നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്നില്ല. പക്ഷെ ഇന്ത്യ ബ്ലോക്കിന്റെ രൂപീകരണം എന്ന് പറയുന്നത് സഹാവ് സീതാറാം യെച്ചൂരിയുടെ ഒക്കെ ചുടലുള്ള കൈയാണ്. ഈ നാട്ടില് 2024 വീണ്ടും നരേന്ദ്രമോദി ഒരേക ഛത്രാധിപതിയെ പോലെ അധികാരത്തിലേറിയാല് ഈ നാട് മധ്യയുഗത്തിലേക്ക് തിരികെ പോകും. ഈ രാജ്യം ഒരു മതരാഷ്ട്രത്തിലേക്ക് മതരാഷ്ട്രവാദത്തിലേക്ക് പോകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്ന് സീതാറാം യെച്ചൂരിയെ പോലുള്ളവര് ഇന്ത്യ ബ്ലോക്ക് രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സീതാറാം യെച്ചൂരിയെ ഓർത്തതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്തവര് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കാഴ്ചപ്പാടിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ
BJP അധികാരമില്ലാത്ത ഏതെങ്കിലും നിയമസഭയെ നേരെ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ ഈ RSSന്റെ സംവിധാനം? എവിടെയെങ്കിലും ഈ കേരളത്തിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ തമിഴ്നാടിൽ പറ്റും കൂടിപ്പോയാൽ. കാരണം അവിടെ BJP എന്ന സംവിധാനം കേരളത്തിൽ പറ്റും തമിഴ്നാട്ടിൽ പറ്റും എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും ഈ BJP എന്ന സാധനത്തിന് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അപ്പൊ എന്താ ചെയ്യാൻ പറയാം? ഒരുത്തനെ ഇങ്ങോട്ട് കെട്ടിയിറക്കും ഗവർണർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗവർണറാണ് ഈ രാജ്യത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരൊന്നല്ല. അതേ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇടങ്ങളിൽ കുറച്ച് MLA-മാരുണ്ടാവുമല്ലോ. ആ കുറച്ച് MLA-മാരെയും ബാക്കിയുള്ള കോൺഗ്രസ് MLA-മാരെയും ഒക്കെ ചാക്കിൽ കയറ്റിയിട്ടാണ് സാധാരണഗതിയിൽ നിയമസഭ പിടിക്കുന്നത് BJP. അത് കഴിഞ്ഞ 10-15 വർഷമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനധികം കാലാവധി ഒന്നുമില്ല എന്ന് 2024 നല്ല വ്യക്തതയോടുകൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിയാനയ്ക്കൊപ്പം നടത്താൻ കഴിയാതെ പോയതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? അവിടെ ഇതേപോലെ നിയമസഭ അവിടെ ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? ബാൽ ഠാക്കറെയുടെ മകൻ ഉദ്ധവ് ഠാക്കറെ. ആ ഉദ്ധവ് ഠാക്കറെയുടെ നേതൃത്വത്തില് NCP-യുടെയും കോൺഗ്രസിന്റെയും ഇടതുപക്ഷ കക്ഷികളുടെയും ഒക്കെ പിന്തുണയോടുകൂടി ഉണ്ടായിരുന്ന സർക്കാരിനെ വലിച്ചു താഴെ ഇട്ടിട്ട് അവിടെ ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഒരാളെ പിടിച്ചു നിർത്തി NCP-യെ പിളർത്തി ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിനെയും ഒപ്പം ചേർത്തിട്ട് ഒരു മസാല സഖ്യം. ഇപ്പോ ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാല് 3-2 ഭൂരിപക്ഷത്തിന് അവിടെ മഹാവികാസ് അഘാടി അധികാരത്തിലെത്തുമെന്നുള്ള അഭിപ്രായ സർവേകൾ നമ്മുടെ മുന്നിൽ എടുക്കുകയാണ്. അപ്പോ അത്തരം അഭിപ്രായ സർവേകൾ വരുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അവിടെ NCP മത്സരിച്ച ഇടങ്ങളിലൊക്കെ ജയിക്കുന്നു, മറ്റ് ജനാധിപത്യ പാർട്ടികൾ മത്സരിച്ച ഇടങ്ങളിലൊക്കെ ജയിക്കുന്നു. ഗതി കിട്ടില്ല എന്ന് ബോധ്യമായപ്പോഴാണ് അവിടെ BJP പുതിയ ലക്കി ബഹൻ തുടങ്ങിയ പദ്ധതികളോടുണ്ട്. അതെന്താണെന്നറിയാമോ? ജൂൺ മാസത്തിൽ, അതായത് നേരത്തെ DP പറഞ്ഞല്ലോ, ഇവിടെ 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ ഈ കേരളത്തില്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഘട്ടം ഘട്ടമായി അത് 1600 രൂപയാക്കി. ഈ ഓണത്തിന് അതിന്റെ 2 ഗഡുവാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്തത്. 3200 രൂപ ഒരാൾക്ക്. ഒരു വീട്ടില് 2 ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ 6400 രൂപ. 6400 രൂപ എന്ന് പറയുമ്പോ ഒരു വീട്ടിലെ കേരളത്തിലെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് 8000 രൂപയാണ്. അതിൽ 6400 രൂപ ഈ ഓണത്തിന് ക്ഷേമ പെൻഷനായി മുടക്കമില്ലാതെ വിതരണം ചെയ്ത സർക്കാരാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ 2ാം സർക്കാർ. നേരത്തെ DP ഖണ്ഡിതമായി പറഞ്ഞ ചില കാര്യങ്ങൾ LDF-ന്റെ കൺവീനർ എന്ന നിലയിൽ നോക്കൂ. LDF-ന്റെ നിർദ്ദേശപ്രകാരമാണ് പിണറായി വിജയൻ ചട്ടം 300 പ്രകാരം നിയമസഭയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്യും. സപ്ലൈകോ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കും. അങ്ങനെ ഈ ഓണത്തിന് എല്ലാ സേവനങ്ങളും മുൻകാലങ്ങളിലെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയുടെ പുറത്ത് ഏതൊക്കെ ക്ഷേമ പരിപാടികൾ മുടങ്ങിക്കിടക്കുന്നുണ്ടോ അത് മുഴുവൻ നടപ്പിലാക്കും എന്ന് പറഞ്ഞതുപോലെ ചെയ്തില്ലേ? ഈ ഓണത്തിന് ചട്ടം 300 പ്രകാരം എന്താണോ പിണറായി വിജയൻ കേരള നിയമസഭയിൽ പറഞ്ഞത് അത് മുഴുവൻ നടപ്പാക്കി. ഞാൻ നേരത്തെ മഹാരാഷ്ട്രയുടെ കാര്യത്തിലാവുന്ന മഹാരാഷ്ട്ര ഇപ്പോ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്ന അവിടുത്തെ ശിവസേനയെ മുൻനിർത്തി ഒരുതരം ഒളിഭരണം നടത്തുന്ന BJP അവിടെ പുതിയ പദ്ധതികളായ അതിന്റെ ആദ്യ ഗഡു ജൂൺ മാസത്തിൽ പ്രഖ്യാപിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ആദ്യ ഗഡു കൊടുക്കുന്നു. ഒക്ടോബർ മാസത്തിൽ 2ാം ഗഡു കൊടുക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ ഭരണം വരുമെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നോക്കുക, അങ്ങനെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ഒരു സംസ്ഥാനത്ത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്ന BJP ഭരണകൂടം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകുമ്പോ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമായ അജണ്ട സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്താ രാഷ്ട്രീയമായ അജണ്ട? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ 28 വർഷക്കാലം മാധ്യമ പ്രവർത്തനം നടത്തി ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകനായി നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ
ഞാൻ 1996 മാധ്യമ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ഞാൻ മാധ്യമ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള ഒരാളെന്ന നിലയിൽ സാധാരണഗതിയിൽ ഒരു കാലെടുത്ത് വെക്കുന്നത് പോലെ നിസ്സാരമായിരുന്നു, വളരെ ലളിതമായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ മാധ്യമ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ശക്തമായ ഇടപെടൽ നടത്താനാകും എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊക്കെ മാധ്യമ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ തിരിച്ചറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ കാലം ശരിയുമായിരുന്നു. ഞാന് ആദ്യ കാലഘട്ടത്തിൽ, ഞാൻ ടെലിവിഷന്റെ ചരിത്രമൊന്നും പറയാൻ പോകുന്നില്ല, ആ നിലയിൽ ബുദ്ധിമുട്ടിക്കില്ല നിങ്ങളെ. പക്ഷെ 2002 ഞാൻ ഒരു സ്ഥലം വരെ പോയിരുന്നു. ഗുജറാത്തിലെ വർഗീയ കലാപം ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏഷ്യാനെറ്റിന്റെ ഡൽഹി ബ്യൂറോയിലായിരുന്നു ഞാൻ അന്ന് ഡൽഹിയിൽ നിന്ന് ഞങ്ങളെ ഗുജറാത്തിലേക്ക് അയച്ചു. ഞാൻ അതിനു മുമ്പ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് 1999, 2000 കാലഘട്ടത്തിൽ ഈ നരേന്ദ്രമോദി, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. എന്താ സംഘടനാ ജനറൽ സെക്രട്ടറി? ബിജെപിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആരാ? RSSന്റെ റിക്രൂട്ട്മെന്റാണ്. അതെ, RSSകാരനായിരിക്കും ബിജെപിയിലേക്ക് ബിജെപിയുടെ സംഘടനാ കാര്യങ്ങൾ കൃത്യമായി നടത്തി കൊടുക്കാൻ വേണ്ടി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ചില അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിജെപിയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇനി RSSന്റെ സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ RSSന്റെ സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി പലയിടങ്ങളിലും RSS സഹകരിക്കാതിരുന്നു. അങ്ങനെ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ബിജെപിയെ കൊണ്ടുചെന്നെത്തിച്ചു. ഇപ്പൊ വീണ്ടും RSS ബിജെപിയിൽ പിടിമുറുക്കി. ഇതൊക്കെ പത്രവാർത്തകളാണ്, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. 2001 ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടാകുന്നത്, കച്ച് ഭൂകമ്പം, അത് നമ്മൾ കേൾക്കണം കേട്ടോ. അത് ഇവിടെ പ്രളയം ഉണ്ടായതുകൊണ്ടാണ്, മഹാമാരി ഉണ്ടായതുകൊണ്ടാണ്, പിണറായി വിജയൻ കിറ്റ് കൊടുത്തത് കൊണ്ടാണ്, അതിന്റെ പേരിൽ കിറ്റ് കൊടുത്തതുകൊണ്ടാണ് പിണറായി വിജയന്റെ രണ്ടാമത്തെ സർക്കാർ ഉണ്ടായത് എന്നാണല്ലോ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറഞ്ഞു. പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, അവരുടെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ പാർട്ടിയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് പറയാം. കൂടോത്രവും വലിയ ചങ്ങലയും കച്ചറയും മലക്കെട്ടും ഒക്കെ നടത്തുന്ന പാർട്ടിയാണ്. അതവിടെ കിട്ടാൻ ഈ പാർട്ടി പറയുന്നത് കിറ്റ് കൊടുത്തുകൊണ്ടാണ്. നോക്കണം, എവിടെയെങ്കിലും പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മഹാമാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സർക്കാർ അധികാരത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ലേ? 2001 ഗുജറാത്തിലെ കച്ച് ഭൂകമ്പം ഉണ്ടായി. ഗുജറാത്തിലെ കച്ച് ഭൂകമ്പത്തിൽ എന്താ സംഭവിച്ചത്? ഗുജറാത്ത് തകർന്നുപോയി. അന്ന് കേശുഭായ് പട്ടേൽ അവിടുത്തെ മുഖ്യമന്ത്രി. കേശുഭായ് പട്ടേലിന് അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല, ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല, പുനരധിവാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. ആകെ കേന്ദ്രത്തിൽ ബിജെപിയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും സംസ്ഥാന തലത്തിൽ നോക്കിയാൽ ആകെ ഒരു ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ മാത്രമേ ബിജെപിയുടെ കയ്യിലുള്ളൂ. ഗുജറാത്ത് കൂടി പതിറ്റാണ്ടുകൾക്ക് ശേഷം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് അന്നത്തെ ബിജെപിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള LK അദ്വാനി മനസ്സിലാക്കാണ്. LK അദ്വാനി അന്നേരം കേശുഭായ് പട്ടേലിനെ മാറ്റുന്നു. പകരം അവിടുത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയക്കുന്നു. എന്താ സംഭവിച്ചത്? നരേന്ദ്രമോദിക്ക് കേശുഭായ് പട്ടേലിന്റെ പോലും കഴിയില്ല. നരേന്ദ്രമോദി അവിടെ ഗുജറാത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ തനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്ന് ബോധ്യമാണ്. 2002 ഗുജറാത്ത് കലാപം നരേന്ദ്രമോദിയുടെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ ഇന്നും ബിജെപിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ അന്നേരം ഏഷ്യാനെറ്റിന്റെ പ്രതിനിധിയായിട്ട് ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവാ. എന്താ അവിടെ നടക്കുന്നത്? അവിടെ വംശീയ ഉന്മൂലനമാണ്. വംശീയ ഉന്മൂലനം എന്ന് പറയുമ്പോ പോലീസിനെ നിഷ്ക്രിയരാക്കുക, പട്ടാളത്തെ നിഷ്ക്രിയരാക്കുക, ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായത്തെ ഇല്ലായ്മ ചെയ്യുക. ഞങ്ങളിങ്ങനെ സാധാരണഗതിയിലെ പ്രസ് എന്നൊക്കെ ഒട്ടിച്ചിട്ടുള്ള മീഡിയ എന്ന് ഒട്ടിച്ചിട്ടുള്ള ബോർഡിലാ പോവാ. പക്ഷെ അവിടെ മീഡിയ ഒന്നുമില്ല. എന്ത് മീഡിയ, എന്ത് പ്രസ്, ആരെയും ആക്രമിക്കും. ഗർഭിണിയുടെ വയറ്റിലെ കുത്തി ഭ്രൂണത്തെ പുറത്തെടുക്കുന്ന വർഗത്തിനോട് നിങ്ങളെന്ത് മീഡിയ, എന്ത് പ്രസ് എന്നാണ് പറയാൻ പോകുന്നത്? ഞങ്ങൾ പ്രസ് നൂൽക്കില്ലാതെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം കാട്ടാളന്മാർ നമ്മളെ പിടികൂടിയിട്ട്, ഞാൻ പറയും MP നികേഷ് കുമാർ എന്നാണ് എന്റെ പേര്,
ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, ഏഷ്യാനെറ്റാണ് എന്റെ ടെലിവിഷൻ ചാനൽ എന്ന് പറയുകയാണെങ്കിൽ പോരാ. നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്താലും വിശ്വാസം വരില്ല. പകരം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉടുമുണ്ട് മാറ്റി കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് പറയാൻ ആ മാതിരി സംസ്ഥാനത്തെ സൃഷ്ടിച്ച, ആ മാതിരി പരീക്ഷണശാലയെ സൃഷ്ടിച്ച നരേന്ദ്രമോദിയാണ് 2014 ഇന്ത്യയിൽ അധികാരത്തിലേറിയിട്ടുള്ളത്. നോക്കൂ, ആ കാലഘട്ടത്തിൽ ഓർക്കണം, നമ്മുടെയൊക്കെ മറവി. ഞാൻ അതാ പറഞ്ഞത്, സഖാവിനെ ഓർക്കുന്ന ഘട്ടത്തില്, സഖാവ് MK ഓർക്കുന്ന ഘട്ടത്തില് നോക്കൂ, സഖാവ് MK പോലുള്ള ധീര വിപ്ലവകാരികള് ഈ സംസ്ഥാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ വേണ്ടി അവരുടെ സാമ്രാജ്യത്വ ശക്തികൾക്ക് മുമ്പിൽ, നാടുവാഴി ഭരണത്തിന് മുമ്പില് നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഘട്ടത്തില് ഈ RSSഉം സംഘപരിവാറും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു. അതിന്റെ മുന്നണി പോരാളിയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അവരാണ് ഇപ്പൊ അധികാരത്തിൽ വരുന്നത്. ഞാൻ ഈ 2002 വന്നാണ്ടല്ലോ, 2002 ശേഷം ഒരു അമേരിക്കയോ ഒരു ഏതെങ്കിലും യൂറോപ്യൻ രാജ്യമോ ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് വീസ പോലും കൊടുക്കില്ല. മുഖ്യമന്ത്രിയായിട്ട് വീസ പോലും കൊടുക്കില്ല. ആ ആളെ എങ്ങനെയാണോ നിങ്ങൾ പ്രധാനമന്ത്രിയാക്കി പ്രതിഷ്ഠിച്ചത്? ഞാൻ അടക്കമുള്ള വോട്ടർമാരോട് ഈ ലോകം ചോദിക്കേണ്ടതല്ലേ? ലോകം ചോദിക്കില്ലേ? ഞങ്ങൾ വിസ പോലും നൽകാതെ, അതായത് ഈ ബൂർഷ്വാ ജനാധിപത്യം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക പോലുള്ള രാജ്യങ്ങളും ഒന്നും വിസ പോലും കൊടുക്കാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ എങ്ങനെയാ പ്രധാനമന്ത്രിയാക്കിയത്? 2004 മുതൽ 2009 വരെ TP ചൂണ്ടിക്കാണിച്ചു. നേരത്തെ സഖാവ് യെച്ചൂരി അടക്കമുള്ള CPMന്റെ സമുന്നതരായ നേതാക്കൾ നിർദ്ദേശിച്ച രീതിയിലായിരുന്നു ആ ഭരണം നടന്നത്. 2004 മുതൽ 2009 വരെ. അന്ന് തൊഴിലുറപ്പ് നിയമം, അന്ന് ഈ പറയുന്ന കാർഷിക കടം എഴുതിത്തള്ളൽ, വിവരാവകാശ നിയമം, ഒട്ടേറെ വിപ്ലവകരം, ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തില് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു 2004 മുതൽ 2000. അതും അന്ന് BJP ഭരണത്തിൽ അധികാരത്തിൽ തിരികെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാം, പൊതു മിനിമം പരിപാടി മാത്രമായിരുന്നു. ഒരു കാലി ചായ വാങ്ങി കുടിച്ചിട്ടില്ല അന്ന് 62 അംഗങ്ങളുള്ള CPM. പകരം ആവശ്യപ്പെട്ടിരുന്നു, കാലി ചായ വേണ്ട, പക്ഷെ ആവശ്യങ്ങളുണ്ടായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി അതിലൊരാവശ്യമായിരുന്നു. കാർഷിക കടം എഴുതി തള്ളണമെന്നുള്ളത് അതിലൊരാവശ്യമായിരുന്നു. വിവരാവകാശ നിയമം നടപ്പിലാക്കണമെന്നുള്ളത് അതിലൊരാവശ്യമായിരുന്നു. ആവശ്യങ്ങളൊക്കെ നേടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ആവശ്യമൊക്കെ ധാരാളമാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കുക ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് ധാരാളമാണ്. 2009 ആയപ്പോഴേക്കോ പിന്നെ ഈ പറയുന്ന ഭരണ നേട്ടങ്ങളുടെ മികവില് UPA 2 സർക്കാർ അധികാരത്തിൽ വന്നു. UPA 2 സർക്കാർ അധികാരത്തിൽ വന്നപ്പോ എന്താ സംഭവിച്ചത്? അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണ വേണ്ട, ഇടതുപക്ഷം പിന്തുണ വേണ്ട എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആ നിലയില് സാമ്രാജ്യത്വ അനുകൂല നിലപാടുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാൻ അന്ന് ഇടതുപക്ഷം തയ്യാറായതുമില്ല. എന്താ സംഭവിച്ചത്? മുച്ചൂടും കട്ടുപിടിച്ചില്ലേ? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, അല്ലെങ്കിൽ ലോകം ഞാനും നിങ്ങളും അടങ്ങുന്ന പൗര സമൂഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ വിസ നൽകാത്ത ഒരു നരാധമനെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയത്? ഈ 2009-2014 സർക്കാരിലെ യഥാർത്ഥ ഒരു കാലഘട്ടത്തില് നിങ്ങളും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടാവും. 2009-2014 കാലഘട്ടത്തില് ഏത് ചെകുത്താൻ വന്നാലും വേണ്ടിയില്ല ഈ സർക്കാരിനെ അടിച്ചു പുറത്താക്കണം. എന്താണെന്നറിയാമോ? 2G ഉണ്ട്, അതുപോലെ തന്നെ ഖനി കുംഭകോണങ്ങളുണ്ട്, കോമൺവെൽത്ത് ഗെയിംസ് ഉണ്ട്, അഴിമതിയുടെ കൂടാരാണ്. എല്ലാ ആഴ്ചയും വെടിപൊട്ടുക, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വെടിപൊട്ടുക, ബോംബ് സ്ഫോടനം ഉണ്ടാവുക. നമ്മളൊക്കെ ആഗ്രഹിച്ചില്ലേ ഏത് ചെകുത്താൻ വന്നോട്ടെ ഈ സർക്കാർ ഒന്ന് പോകണമെന്ന്. ചെകുത്താൻ വന്നു, അതായിരുന്നു നരേന്ദ്രമോദി. 2002 ഗുജറാത്ത് കലാപത്തിലെ ഒരു വംശീയ വിദ്വേഷത്തിലൂടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ കൂട്ടുനിന്ന നരേന്ദ്രമോദി. നമുക്ക് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് കുത്തി ഭ്രൂണത്തെ പുറത്തെടുക്കുന്ന ഒരു സർക്കാരിന് നേതൃത്വം നൽകിയിട്ടുള്ള നരേന്ദ്രമോദി ഇപ്പോ മണിപ്പൂരിന്റെ കാര്യത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഗർഭിണിയുടെ
വയറ്റിൽ കുത്തി ഭ്രൂണം പുറത്തെടുക്കുന്നതിനൊന്നും ടെലിവിഷൻ ഫുട്ടേജ് ഇല്ല കേട്ടോ. ഇതൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മണിപ്പൂരിൽ എന്താ? മണിപ്പൂരിൽ നമ്മൾ ടെലിവിഷൻ ചാനലുകളിലെ ദൃശ്യങ്ങൾ കാണുകയല്ലേ? നമ്മുടെ അമ്മമാര്, സഹോദരിമാര്, പെൺകുട്ടികള് നഗ്നരായി ഓടുകയാണ്. പിന്നാലെ കാട്ടാളന്മാരുടെ ഒരു വലിയ സംഘം. ആ കാട്ടാളന്മാരുടെ വലിയ സംഘം ഈ പെൺകുട്ടികള് ശ്വാസം കിട്ടാതെ കിടച്ച് വീഴുമ്പോ, വയലിൽ വീഴുമ്പോ അവരെ മൃഗങ്ങളെ പോലെ ചാടി വീണ്, അവരുടെ മുകളിലേക്ക് മൃഗങ്ങളെ പോലെ ചാടി വീണ് ബലാത്സംഗം ചെയ്ത് കൊന്ന് തീ വെക്കുന്ന സമൂഹമാണ് അവിടെ BJP അല്ലെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്ന സമൂഹം. എടോ, എന്റെയും നിന്റെയും പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞു. ഒരു ദിവസം ആ സംസ്ഥാനത്ത് പോയിട്ട് ഈ തരത്തിലുള്ള അക്രമങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങേയറ്റത്തുള്ള തെക്കേ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ ഗുരുവായൂരിൽ വന്ന് സുരേഷ് ഗോപിയുടെ മുഖത്ത് താഴ്ചകൾ കൊടുത്തത് നല്ല കാര്യം. അഹമ്മദാബാദിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിയിൽ തോറ്റപ്പോ അവരെ ഡ്രസ്സിംഗ് റൂമിൽ ക്ഷണിക്കാതെ പോയി അവരെ സാന്ത്വനിപ്പിച്ചില്ലേ? നല്ല കാര്യം. മണിപ്പൂരിലെ അമ്മമാരുടെ, സഹോദരിമാരുടെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കാൻ, ഇനി ഇമാതിരി പരിപാടി എന്റെ രാജ്യത്ത് ഞാൻ ഭരിക്കുമ്പോ നടക്കില്ല എന്ന് പറയാൻ ഈ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു? സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ആ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെയാണ് സാമ്രാജ്യത്വത്തിനെതിരെ, നാടുവാഴ്ത്തത്തിനെതിരെ സമരം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങള്, അതിന്റെ മുന്നണി പോരാളിയായിട്ടുള്ള സഹാബ് MK പോലുള്ളവര് സ്വപ്നം കണ്ട രാജ്യത്തല്ല യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്.